ഹായ്, എല്ലാവർക്കും നമസ്കാരമുണ്ട്. നമ്മുടെ കേരള ടെക് അക്കാഡമിയുടെ ഒരു പുതിയ ഒരു എപ്പിസോഡിലേക്ക്. അപ്പോൾ നമ്മൾ കുറച്ച് കാലങ്ങളായിട്ട് ഇങ്ങനെ ഈയിടെ ക്ലാസ്സുകളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടവരൊക്കെ അവരുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, വീഡിയോസ് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ സെഷനിലേക്ക് കിടക്കാം. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളത് എന്താ വെച്ചാൽ, നമ്മൾ SSC-JEE ക്രാഷ് കോഴ്സ് എന്നോളം കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് നമ്മുടെ SSC-JEE ഈ മാസം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അതിന് റിലേറ്റഡ് ആ എക്സാമിന് ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ അല്ലെങ്കിൽ MCQ നമുക്ക് എങ്ങനെ അറ്റംപ്റ്റ് ചെയ്യാം, അതേപോലെ തന്നെ അതിൽ വരാൻ ചാൻസ് ഉള്ള ചോദ്യങ്ങൾ, അതിന് റിലേറ്റഡ് ആയിട്ടാണ് നമ്മൾ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സുകൾ തയ്യാറാക്കുന്നത്. അപ്പോൾ ആ പോയിൻറ്റ്സുകൾ നിങ്ങൾ അറ്റ്ലീസ്റ്റ് അതെങ്കിലും നോക്കി പോവുക SSC-JEE എക്സാമിന് മുന്നേ. ഞങ്ങളതൊരു പ്ലേലിസ്റ്റായിട്ട് തന്നെ ഇടുന്നതാണ്. അതേപോലെ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യത്തെ SSC-JEEക്കും ഇതേപോലെ ചെയ്തിരുന്നു. അപ്പോൾ അതും നിങ്ങൾ നോക്കുക, ഒന്ന് ആ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. ഗുണകരമാവും തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. കാരണം കഴിഞ്ഞ SSC-JEEയിൽ നമ്മൾ പറഞ്ഞ കുറേ കാര്യങ്ങൾ അതേപടി തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ മീൻസ് ഡയറക്റ്റായിട്ട് ഉള്ള ഫോർമുലാസൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. കൂടുതലും ആ ഫോർമുല യൂസ് ചെയ്തിട്ട് തന്നെ ഡയറക്റ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ കുറേ ക്വസ്റ്റ്യൻസുകൾ കണ്ടിരുന്നു. അപ്പോൾ ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നമുക്ക് ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം. ഞാൻ പവർ ഇലക്ട്രോണിക്സിൻ്റെ ക്ലാസ്സാണ് എടുത്തിരുന്നത്. അപ്പോൾ പവർ ഇലക്ട്രോണിക്സ് നമ്മൾ പവർ മോസ്ഫെറ്റ്, അതേപോലെ പവർ IGBT, അങ്ങനെ കുറേ സ്വിച്ചസുകൾ നമ്മൾ പഠിച്ചിരുന്നു. ഓക്കെ, അപ്പോൾ അതിന് ശേഷം നമ്മൾ പറഞ്ഞിരുന്നു കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാമെന്ന്. അപ്പോൾ ഇന്നത്തെ സെഷനിൽ നമ്മൾ സിമ്പിളായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസുകളാണ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും അവരവരുടെ പേന എടുത്ത് വെച്ചിട്ട് നമ്മുടെ ഓരോ ചോദ്യത്തിനും നമ്മുടെ സ്ലൈഡ് നമ്പറാണ് ഇടുന്നത്, ക്വസ്റ്റ്യൻ നമ്പർ ഇടില്ല. അപ്പോൾ സ്ലൈഡ് നമ്പർ നോക്കാം. അപ്പോൾ സ്ലൈഡ് നമ്പർ അനുസരിച്ച് നിങ്ങൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് വിചാരിക്കുക, ആ ഫസ്റ്റ് സ്ലൈഡ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ സ്ലൈഡ് നമ്പർ വെച്ചിട്ട് നിങ്ങൾ ക്വസ്റ്റ്യനെ നമ്പർ ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് ഉത്തരം എന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കുക. ഞാനൊരു 2 സെക്കൻഡ് സമയം തരാം, അല്ലെങ്കിൽ നിങ്ങൾ പോസ് ചെയ്തിട്ട് ചെയ്തോ. ഞാൻ എൻ്റെ ഉത്തരം പറഞ്ഞു പോവുക മാത്രമേ ഉള്ളൂ. ഈ ഒരു സെഷനിൽ നമ്മൾ കൂടുതൽ ഡിസ്കസ് ചെയ്യും. അടുത്ത ക്ലാസ്സിൽ പവർ ഡയോഡിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുക. പവർ ഡയോഡിന് കുറേ കാര്യങ്ങൾ നമ്മൾ പറയാനുണ്ട്. പവർ ഡയോഡ് നമ്മൾ വിട്ടുപോയതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് പവർ ഡയോഡിൻ്റെ ഫസ്റ്റ് ചോദ്യമാണ് വന്നിരിക്കുന്നത്. എന്താണ് പവർ ഡയോഡ്? ആൻഡ് പവർ ഡയോഡ്, ദ കട്ട് ഇൻ വോൾട്ടേജ് ആൻഡ് ദ ഫോർവേഡ് വോൾട്ടേജ് ഡ്രോപ്പ് ആർ റെസ്പെക്റ്റീവ്ലി. ഫോർ എ പവർ ഡയോഡ്, കട്ട് ഇൻ വോൾട്ടേജ് ആൻഡ് ഫോർവേഡ് വോൾട്ടേജ് ഡ്രോപ്പ് ആർ റെസ്പെക്റ്റീവ്ലി എന്താണ് ചോദ്യം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഓപ്ഷൻസ് നിങ്ങൾ വായിക്കുക. വായിച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാം 0.7 വോൾട്ട്, 0.7 വോൾട്ട്, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ABCD 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പം എൻ്റെ ഉത്തരം എന്താണ്? നത്തിങ് ബട്ട് 0.7 വോൾട്ട് 1 വോൾട്ട്. ഓക്കെ, അതായത് കട്ട് ഇൻ വോൾട്ടേജ് 0.7 വോൾട്ടും ഫോർവേഡ് വോൾട്ടേജ് 1 വോൾട്ടും ആണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി. അപ്പോൾ എല്ലാവരും പേൻ എടുത്തിട്ട് അവരവരുടെ ആൻസർ നേരത്തെ തന്നെ മാർക്ക് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ ഉത്തരം ശരിയാണോ കുത്തുന്നതെന്ന് മനസ്സിലാക്കാം. ഓക്കെ, നൗ അടുത്ത ചോദ്യം. ദ റിവേഴ്സ് റിക്കവറി കറണ്ട് ഇൻ എ ഡയോഡ് ഡിപ്പെൻഡ്സ് അപ്പോൺ. ദ റിവേഴ്സ് റിക്കവറി കറണ്ട് ഇൻ എ ഡയോഡ് ഡിപ്പെൻഡ്സ് അപ്പോൺ. നിങ്ങൾ ക്വസ്റ്റ്യൻ നമ്പർ മാർക്ക് ചെയ്യുക. രണ്ടാമത്തെ ചോദ്യമാണ് കേട്ടോ. അപ്പോൾ ഓപ്ഷൻ എ സ്റ്റോറേജ് കറണ്ട്, ഓപ്ഷൻ ബി ഫോർവേഡ് ഫീൽഡ് കറണ്ട്, ഓപ്ഷൻ സി PIV ആൻഡ് ഓപ്ഷൻ ഡി ടെമ്പറേച്ചർ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്താണ്? അതിൻ്റെ ഉത്തരം ഫോർവേഡ് ഫീൽഡ് കറണ്ട് ആണ് കേട്ടോ. ദ റിവേഴ്സ് റിക്കവറി കറണ്ട് ഇൻ എ ഡയോഡ് ഡിപ്പെൻഡ്സ് അപ്പോൺ ഫോർവേഡ് ഫീൽഡ് കറണ്ട്. ഓക്കെ, നൗ എന്താണ് PIV? PIV എന്ന് പറഞ്ഞാൽ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് ആണ്. എന്താണ് PIV? പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് ആണ്. അപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും, എന്താണ് പവർ ഡയോഡ് എന്ന്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ചോദ്യം. എ പവർ മോസ്ഫെറ്റ് ഹാസ് 3 ടെർമിനൽസ് കോൾഡ്. ഏതൊക്കെയാണ് നമ്മുടെ പവർ മോസ്ഫെറ്റിൻ്റെ 3 ടെർമിനലുകൾ? പവർ മോസ്ഫെറ്റിൻ്റെ ടെർമിനൽ നമ്മൾ സാധാരണ കൺഫ്യൂസ്ഡ് ആയി പോകാറില്ല. പക്ഷേ പവർ IGBT ടെർമിനലിൽ നമ്മൾ കുറച്ച് കൺഫ്യൂസ്ഡ് ആയി പോകാറുണ്ട്. ഓക്കെ, എന്തായാലും പവർ മോസ്ഫെറ്റിൻ്റെ ടെർമിനൽ എന്താണ്? ഓപ്ഷൻ എ കളക്ടർ എമിറ്റർ ബേസ് ആണോ? അല്ല. ഡ്രെയിൻ സോഴ്സ് ഗേറ്റ് ആണോ? ഒബിയസ്ലി
ഡ്രെയിൻ സോഴ്സ് ഗേറ്റ് ആണ് നമ്മുടെ ഉത്തരം. ഓക്കെ, പവർ MOSFET has three terminals that are drain, source and gate. Now the third question, sorry, fourth question ആണ്. തേർഡ് ക്വസ്റ്റ്യൻ ആണ് കഴിഞ്ഞത്. ഫോർത്ത് ക്വസ്റ്റ്യൻ, as compared to power MOSFET a BJT has, as compared to power MOSFET a BJT has higher, option A, higher switching losses and higher conduction loss, option B, lower switching loss but higher conduction loss, option C, lower switching loss and lower conduction loss, and option D എന്താണ്, ഹയർ സ്വിച്ചിങ് ലോസ് ബട്ട് ലോവർ കണ്ടക്ഷൻ ലോസ്. നമ്മുടെ ഉത്തരം എന്താണ്? എല്ലാവരും മാർക്ക് ചെയ്ത് വിചാരിക്കുന്നു. നമ്മുടെ ഉത്തരമാണ് ഓപ്ഷൻ ഡി, ഹയർ സ്വിച്ചിങ് ലോസ് ബട്ട് ലോവർ കണ്ടക്ഷൻ ലോസ്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായ. നെക്സ്റ്റ് ചോദ്യം നമ്മുടെ ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. അത് നമ്മുടെ അഞ്ചാമത്തെ ചോദ്യമാണ്. ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഓപ്ഷൻ എ എന്താ? ബോത്ത് MOSFET ആൻഡ് BJT ആർ വോൾട്ടേജ് കൺട്രോൾ ഡിവൈസ് ആണോ? ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞിരുന്നു MOSFET എന്ത് കൺട്രോൾഡ് ആണ്? വോൾട്ടേജ് ആണോ കറണ്ട് ആണോ? അതല്ല BJT വോൾട്ടേജ് ആണോ കറണ്ട് കൺട്രോൾ ഡിവൈസ് ആണോ? ഓപ്ഷൻ ബി എന്താണ്? MOSFET ഈസ് എ വോൾട്ടേജ് കൺട്രോൾ ഡിവൈസ് വെറാസ് BJT ഈസ് എ കറണ്ട് കൺട്രോൾ ഡിവൈസ്. ശരിയല്ലേ? അതല്ലേ നമ്മുടെ ശരി? ഞാൻ പറഞ്ഞതും ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞതും അതല്ലേ ഉത്തരം? യെസ്. അപ്പോൾ നമുക്ക് ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള ഓപ്ഷൻസ് ഒന്നും വായിക്കേണ്ട ആവശ്യമില്ല. ഓപ്ഷൻ ബി ആണ്, MOSFET is a voltage controlled device but BJT is a current controlled device. Now the sixth question എന്താണ്? എല്ലാവരും നോട്ട് ചെയ്ത് വേഗം ഉത്തരം എഴുതി വയ്ക്കാൻ. ഞാൻ പറഞ്ഞു IGBT ടെർമിനൽസ് ആണ് നമുക്ക് എന്താ കുറച്ച് കൺഫ്യൂസിങ് ആയിട്ട് തോന്നാൻ ചാൻസ് ഉള്ളത്. ഓക്കെ, ഓപ്ഷൻ എ ഡ്രെയിൻ സോഴ്സ് ബേസ്, ഓപ്ഷൻ ബി കളക്ടർ എമിറ്റർ ബേസ്, ഓപ്ഷൻ ഡി ഡ്രെയിൻ സോഴ്സ് ഗേറ്റ് ആൻഡ് ഓപ്ഷൻ ഡി കളക്ടർ എമിറ്റർ ഗേറ്റ്. എന്താണ്? നമുക്കറിയാം IGBT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടെണ്ണത്തിൻ്റെ ക്യാരക്ടർ ഫണലിൻ്റെ ഒക്കെ ചിത്രം വെച്ച് ഞാൻ ഡിസ്കസ് ചെയ്തിരുന്നു ക്ലാസ്സിൽ IGBTനെ കുറിച്ച് പറയുമ്പോൾ. അപ്പോൾ അതിൽ രണ്ട് ഡിവൈസസിനെയാണ് രണ്ട് ഡിവൈസസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിനെയാണ് നമ്മൾ നോക്കിയിരുന്നത് IGBTയുടെ. അപ്പോൾ അത് ഏതൊക്കെ ഡിവൈസസ് ആയിരുന്നു? BJTയുടെയും അതേപോലെ MOSFETൻ്റെയും ആയിരുന്നു. ഓക്കെ, അപ്പോൾ BJTയുടെ ടെർമിനൽസ് എന്താണെന്ന് നിങ്ങൾ ഓർക്കുക, MOSFETൻ്റെ ടെർമിനൽസ് എന്താണെന്ന് നോക്കുക. ഓക്കെ, MOSFETൻ്റെ എന്ത് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് എടുത്തേക്കുന്നത്, BJTയുടെ എന്ത് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതും തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് യുവർ ഓപ്ഷൻ ഈസ് എന്താണ്? കളക്ടർ എമിറ്റർ ആൻഡ് ഗേറ്റ് അല്ലേ? അതാണ് നമ്മുടെ ഉത്തരം. സിക്സ്ത് ക്വസ്റ്റ്യൻ, കളക്ടർ എമിറ്റർ ആൻഡ് ഗേറ്റ്, ദാറ്റ് ഈസ് ഓപ്ഷൻ ഡി. നൗ നമ്മുടെ അടുത്ത ചോദ്യം, സെവൻത്ത് ക്വസ്റ്റ്യൻ, ദ സോഫ്റ്റ്നെസ് ഫാക്ടർ ഓഫ് എ സോഫ്റ്റ് റിക്കവറി ആൻഡ് ഫാസ്റ്റ് റിക്കവറി ഡയോഡ് ആർ റെസ്പെക്റ്റീവ്ലി. എന്താണ് സോഫ്റ്റ്നെസ് ഫാക്ടർ? നമ്മൾ പഠിക്കും, പേടിക്കേണ്ട. എന്തായാലും ഉത്തരം നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ. ഇതിൻ്റെ ഉത്തരം സെവൻത്ത് ക്വസ്റ്റ്യൻ ബി ആണ്, <1 ആയിരിക്കും. സോഫ്റ്റ്നെസ് ഫാക്ടർ ഓഫ് എ സോഫ്റ്റ് റിക്കവറി ഡയോഡിന് <1 ആയിരിക്കും. സോഫ്റ്റ്നെസ് ഫാക്ടർ ഓഫ് എ ഫാസ്റ്റ് റിക്കവറി ഡയോഡിന് 1 ആയിരിക്കും. Okay, just remember. Okay, now the eighth question, the secondary breakdown. ഞാൻ പറഞ്ഞിരുന്നു എന്താണ് സെക്കൻഡറി ബ്രേക്ക് ഡൗൺ. നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു കഴിഞ്ഞ 3-4 ക്ലാസ്സുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു എന്താണ് സെക്കൻഡറി ബ്രേക്ക് ഡൗൺ. ഈ ഹോട്ട്സ്പോട്ട്സ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻസ് നിങ്ങൾ വായിക്കുക, പെട്ടെന്ന് തന്നെ ഉത്തരം മാർക്ക് ചെയ്യുക. ABCD ഏതാണെന്ന് മാർക്ക് ചെയ്യുക. A എന്തായിരുന്നു? MOSFET but not in BJT, both MOSFET and BJT. ഓപ്ഷൻ C, BJT but not in MOSFET. ഓപ്ഷൻ D, none of this. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്താണ്? നമ്മുടെ എട്ടാമത്തെ ചോദ്യം ഉത്തരം C ആണ്. ഓക്കെ, BJT but not in MOSFET. Now the 9th ചോദ്യം, 9ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ്. 9ാമത്തെ ചോദ്യം, the semiconductor device which is suitable for induction hardening in radio frequency range. അതായത് സെമി കണ്ടക്ടർ ഡിവൈസ് വിച്ച് ഈസ് സ്യൂട്ടബിൾ ഫോർ ഇൻഡക്ഷൻ ഹാർഡനിങ്. ഓക്കെ, ഇൻഡക്ഷൻ ഹാർഡനിങ്ങിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള റേഡിയോ ഫ്രീക്വൻസി റേഞ്ചുള്ള ഡിവൈസ്, സെമി കണ്ടക്ടർ ഡിവൈസ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ റേഡിയോ ഫ്രീക്വൻസി റേഞ്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും അതിൻ്റെ ഒരു റേഞ്ച് എന്ന് പറഞ്ഞാൽ ഹൈ ഫ്രീക്വൻസി ആയിരിക്കും. അപ്പോൾ ജസ്റ്റ് മനസ്സിലാക്കുക. അപ്പോൾ ഹൈ ഫ്രീക്വൻസിയിൽ, വളരെ ഹൈ ഫ്രീക്വൻസി റേഡിയോ ഫ്രീക്വൻസിയിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഡിവൈസാണ് നമ്മുടെ MOSFET. അപ്പോൾ നമ്മുടെ ഉത്തരം MOSFET ആണ്.
Okay, now the 10th question, that is nothing but high frequency operation of a circuit is limited by. High frequency operation of a circuit is limited by option A. എല്ലാവരും മാർക്ക് ചെയ്ത് പെട്ടെന്ന് തന്നെ ഉത്തരം മാർക്ക് ചെയ്ത് വയ്ക്കുക. ഓഫ് സ്റ്റേറ്റ് ലോസ് ഇൻ ദ ഡിവൈസ്. ഓപ്ഷൻ ബി സ്വിച്ചിങ് ലോസസ് ഇൻ ദ ഡിവൈസ്. ഓപ്ഷൻ സി ഓൺ സ്റ്റേറ്റ് ലോസസ് ഇൻ ദ ഡിവൈസ്. ഓൾ ഓഫ് ദ എബവ്. ഓക്കെ, അപ്പോൾ നമ്മുടെ 10th ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണ്? ഹൈ ഫ്രീക്വൻസി ഓപ്പറേഷൻ ഓഫ് എ സർക്യൂട്ട് ഈസ് ലിമിറ്റഡ് ബൈ. എന്തുകൊണ്ടാണ് അതിൻ്റെ ഹൈ ഫ്രീക്വൻസി ഓപ്പറേഷൻ? ഞാനത് ക്ലാസ്സിൽ ലാസ്റ്റ് 2 ക്ലാസ്സിൽ പറഞ്ഞതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഓക്കെ, അപ്പോൾ എന്തായാലും അതിൻ്റെ അടുത്ത ക്ലാസ്സിൽ ഞാൻ പറഞ്ഞുതരാം, വീണ്ടും പറഞ്ഞുതരാം. നമ്മൾ പവർ ഡയോഡൊക്കെ പറയുമ്പോൾ ഒന്നുകൂടി പറഞ്ഞുതരാം എന്തുകൊണ്ടാണ് പവർ ഡയോഡിൽ തന്നെ വരുന്നുണ്ട് കുറച്ച് കാറ്റഗറീസ്. അതായത് കൺവേർട്ടർ ഗ്രേഡഡ്, ഇൻവേർട്ടർ ഗ്രേഡഡ് എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ട്. അപ്പം നമുക്കത് മനസ്സിലാക്കും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്താണ്? 10th ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്, സ്വിച്ചിങ് ലോസസ് ഇൻ ദ ഡിവൈസ്. ഓക്കെ, അതായത് ഹൈ ഫ്രീക്വൻസി ഓപ്പറേഷൻ സർക്യൂട്ട് ഇസ് ലിമിറ്റഡ് ബൈ സ്വിച്ചിങ് ലോസസ്. അതായത് സ്വിച്ചിങ് ലോസസ് കൂടുതലാണെങ്കിൽ ഹൈ ഫ്രീക്വൻസി സ്വിച്ചിങ് നമുക്ക് നടത്താൻ പറ്റില്ല. അതാണ് ബേസിക് ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ്. ഓക്കെ, നൗ ദ 11th ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിവൈസ് ഷുഡ് ബി യൂസ്ഡ് ആസ് സ്വിച്ച് ഇൻ എ ലോ പവർ സ്വിച്ച് മോഡ് പവർ സപ്ലൈ? അപ്പോൾ എന്തായാലും മനസ്സിലാക്കുക, സ്വിച്ച് മോഡ് പവർ സപ്ലൈ ഹൈ ഫ്രീക്വൻസിയിൽ ആണ് വർക്ക് ചെയ്യുക. അപ്പോൾ ഹൈ ഫ്രീക്വൻസിയിൽ വർക്ക് ചെയ്യുമ്പോൾ GTO ആണോ, ട്രയാക്ക് ആണോ, തൈറിസ്റ്റർ ആണോ? ഞാൻ തൈറിസ്റ്ററും ട്രയാക്കും GTOൻ്റെ ഒക്കെ റേഞ്ച് ഓഫ് ഫ്രീക്വൻസി ഞാൻ പറഞ്ഞിരുന്നു, നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. മോസ്ഫെറ്റിൻ്റെ റേഞ്ച് ഓഫ് ഫ്രീക്വൻസി നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ നമ്മുടെ ഉത്തരം മോസ്ഫെറ്റ് ആണ്, കാരണം SMPSൽ ഹൈ ഫ്രീക്വൻസി സ്വിച്ചിങ് ആണ് ഉണ്ടാവുക. ഓക്കെ, നൗ അപ്പോൾ 11th ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ മാർക്ക് ചെയ്തിരിക്കുന്നു. 12th question. When compared with BJTs, MOSFETs have lesser turn of time, enabling them to operate at high operating frequency, right? So what is the reason that can be attributed to that property? നമുക്ക് എന്താണ് അതിൻ്റെ ഒരു കാരണം എന്നാണ്, എന്തുകൊണ്ടാണ് മോസ്ഫെറ്റ് ഹൈ ഓപ്പറേറ്റിംഗ് ഫ്രീക്വൻസിയിൽ വർക്ക് ചെയ്യാൻ സാധിക്കാനുള്ള കാരണം? സ്മോളർ ലീക്കേജ് കറണ്ട് ഓഫ് മോസ്ഫെറ്റ്, അതാണോ? ദ ആബ്സെൻസ് ഓഫ് മൈനോറിറ്റി സ്റ്റോറേജ് ചാർജ് ഇൻ മോസ്ഫെറ്റ്സ്, അതാണോ റീസൺ? നോ. ഓപ്ഷൻ സി എന്താണ്? ഹൈ ഇൻപുട്ട് ഇംപെഡൻസ് ഓഫ് ദ മോസ്ഫെറ്റ്. ഓപ്ഷൻ ഡി പോസിറ്റീവ്. നിങ്ങളെല്ലാം ഓപ്ഷൻസ് ഒന്ന് വായിക്കുക. അപ്പോൾ ഓപ്ഷൻസ് വായിക്കുമ്പോൾ മനസ്സിലാവും എന്താണ് നമ്മുടെ ഉത്തരം എന്ന്. നമ്മുടെ 12th question answer is nothing but the absence of minority storage charge in the MOSFET. അതുകൊണ്ടാണ് it can operate at high operating frequency, right? കാരണം എന്താണ്, ഈ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, പെട്ടെന്ന് തന്നെ നമുക്ക് എന്താ ടേൺ ഓഫ് ടൈം ആകുമ്പോൾ നമുക്ക് ഡിപ്ലീഷൻ ലെയർ പെട്ടെന്ന് തന്നെ മാറ്റാൻ സാധിക്കുന്നു. അതുകൊണ്ടാണ് അതായത് മൈനോറിറ്റി കാരിയേഴ്സ് അല്ലെങ്കിൽ സ്റ്റോറേജ് ചാർജ് ആബ്സെൻ്റ് ആയതുകൊണ്ട്. ഓക്കെ, ഇന്ന തൈറിസ്റ്റർ. അടുത്ത ചോദ്യം, ഇന്ന തൈറിസ്റ്റർ ലാച്ചിങ് കറണ്ട് IL ഈസ് അസോസിയേറ്റഡ് വിത്ത് ടേൺ ഓഫ് പ്രോസസ് ആൻഡ് ഹോൾഡിംഗ് കറണ്ട് IH ഈസ് അസോസിയേറ്റഡ് വിത്ത് ടേൺ ഓൺ പ്രോസസ്. ആണോ? അങ്ങനെയാണോ നമ്മൾ പഠിച്ചിരിക്കുന്നത്? IL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടേൺ ഓഫ് പ്രോസസ്സും IH എന്ന് പറഞ്ഞാൽ ടേൺ ഓൺ പ്രോസസ്സാണോ പഠിച്ചിരിക്കുന്നത്? നമ്മൾ അടുത്ത ഓപ്ഷൻ വായിച്ചു നോക്കൂ. IH ഈസ് അസോസിയേറ്റഡ് വിത്ത് ടേൺ ഓഫ് പ്രോസസ് ആൻഡ് IL ഈസ് അസോസിയേറ്റഡ് വിത്ത് ടേൺ ഓൺ പ്രോസസ്. ഇത് ശരിയാണോ? ഓപ്ഷൻ ബി അതോ ഓപ്ഷൻ സി എന്താണ്? ബോത്ത് IL ആൻഡ് IH അസോസിയേറ്റഡ് വിത്ത് ടേൺ ഓഫ് പ്രോസസ്. ഓപ്ഷൻ ഡി ബോത്ത് IL ആൻഡ് IH ആർ അസോസിയേറ്റഡ് വിത്ത് ടേൺ ഓൺ പ്രോസസ്. അപ്പോൾ എന്തായാലും സിയും ഡിയും ആവാൻ ചാൻസ് ഉണ്ടോ? നമ്മുടെ 13ാമത്തെ ചോദ്യമാണ്. മാർക്ക് ചെയ്ത് വെക്കുക, പെട്ടെന്ന് തന്നെ നിങ്ങൾ ഓപ്ഷൻസ് മാർക്ക് ചെയ്ത് വെക്കുക. 13ാമത്തെ ചോദ്യമാണ്. അപ്പോൾ സിയും ഡി ആവാൻ എന്തായാലും ചാൻസ് ഇല്ല. അപ്പോൾ നമ്മുടെ ഉത്തരം IH ഈസ് അസോസിയേറ്റഡ് വിത്ത് ടേൺ ഓഫ് പ്രോസസ് ആൻഡ് IL ഈസ് അസോസിയേറ്റഡ് വിത്ത് ടേൺ ഓൺ പ്രോസസ്. കാരണം ILൻ്റെ മുകളിൽ IL എന്തായാലും അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും SCR തൈറിസ്റ്റർ ഓൺ ആണ്, റൈറ്റ്? IH എത്തിയാലും എന്താണ്, it has a tendency to go to the state of turn off, right? Now our 14th question, turn off time of a CR, the thyristor, is measured from the instant
turn off time of SCR is measured from the instant. ഇത് നമ്മൾ പഠിച്ചിരുന്നു. ഇന്ന് നമ്മൾ തൈറോസ്റ്റർ SCR എടുക്കുമ്പോൾ കൃത്യമായിട്ട് പഠിച്ചിരുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഉത്തരം മാർക്ക് ചെയ്ത് വയ്ക്കുക. നമ്മുടെ 14th ക്വസ്റ്റ്യൻ ആണ്. 14th ക്വസ്റ്റ്യൻ്റെ ഉത്തരം ആനോഡ് കറണ്ട് ബിക്കം സീറോ. അതായത് the purpose of connecting snubber circuit across an SCR is the purpose of connecting snubber circuit across an SCR is to suppress dV by dt ആണോ, അതോ increase dV by dt ആണോ, അതോ decrease dV by dt ആണോ, അതോ keep transient over voltage at a constant value ആണോ. സോ 15th ക്വസ്റ്റ്യൻ ആണ്. എല്ലാവരും ഇതും ഞാൻ പറഞ്ഞിരുന്നു എന്തുകൊണ്ടാണ് സ്നബ്ബർ യൂസ് ചെയ്യുന്നത് SCRന്. ഓക്കെ, ഇറ്റ് ഈസ് നത്തിങ് ബട്ട് സപ്രസ് dV by dt. ഓക്കെ, നോ 16th ക്വസ്റ്റ്യൻ എല്ലാവരും ഉത്തരം മാർക്ക് ചെയ്ത് വയ്ക്കുക. For normal SCRs, the turn on time is dash the turn off time. For a normal SCR, എപ്പോഴും turn on time will be less than turn off time. Okay, അപ്പോൾ അതാണ് നമ്മുടെ ഉത്തരം. 16 ഉത്തരം A ആണ്. Okay, now which one of the following statement is correct? Okay, 17th question ആണ്. Which one of the following statement is correct? Holding current is the minimum gate current below which the thyristor stops conducting. Right? Isn't it right? Holding current is the minimum gate current below which the thyristor stops conducting. Isn't it? No. B. Latching current is the minimum on state current, gate current required to keep the thyristor in the on state. അതും ശരിയാണ്. അതും ശരിയല്ല. No. Option C എന്താണ്? Option C, holding current is the minimum value of anode current. ശരിയാണ്. ലിറ്റിൽ ബിറ്റ് കൺഫ്യൂസിങ് ആണ് 8th ഓപ്ഷനെ. കൺഫ്യൂസിങ് ആവേണ്ട ഒരു കാര്യമില്ല. ഇവിടെ ഗേറ്റ് കറണ്ട് ആണ്. ഗേറ്റ് കറണ്ട് എന്തായാലും അല്ല, ഇറ്റ് ഇസ് ആനോഡ് കറണ്ട്. ഹോൾഡിംഗ് കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനോഡ് ടു കാത്തോഡ് കറണ്ട് IAK ആണ്. അപ്പോൾ IAK H holding current is the minimum value of anode current below which the thyristor stop to conduct. നമ്മുടെ ഉത്തരം ഓപ്ഷൻ C ആണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും മാർക്ക് ചെയ്ത് പറഞ്ഞു. 18ാം ചോദ്യം. നമുക്ക് 25 ചോദ്യങ്ങളാണുള്ളത്. അപ്പോൾ ഈ 25 ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്തിട്ട് നിങ്ങൾ എത്ര മാർക്ക് കിട്ടിയെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. നിങ്ങൾ തന്നെ കറക്റ്റ് ചെയ്തിട്ട്. ഓക്കെ, നൗ ഇൻ ഹൈ DI by dt protection technique of the thyristor, ഓപ്ഷൻ A, ഇൻഡക്ടർ is connected in series with the SCR. എന്തായാലും മനസ്സിലായി DI by dt പ്രൊട്ടക്ഷൻ ആണ്. അപ്പോൾ എന്തായാലും ചേഞ്ച് ഇൻ കറണ്ട് ഒപ്പോസ് ചെയ്യണം. അപ്പോൾ ചേഞ്ച് ഇൻ കറണ്ട് ഒപ്പോസ് ചെയ്യുന്ന ആകെ ഒരു സാധനമുള്ളൂ നമ്മുടെ ഇൻഡക്ടറാണ്. അപ്പോൾ ആ ഇൻഡക്ടർ ആയിരിക്കും എന്താണ് നമ്മുടെ ഉത്തരം. അപ്പോൾ ഓപ്ഷൻ A ആണ്, ഇൻഡക്ടർ ഈസ് കണക്റ്റഡ് ഇൻ ദ സീരീസ് വിത്ത് ദ SCR. അപ്പോൾ നമ്മൾ കൂടുതൽ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഓപ്ഷൻ A. നൗ ദ 19th question. Which of the following conditions must be used for avoiding local hotspots in the SCR? Okay, ഇപ്പോൾ ലോക്കൽ ഹോട്ട്സ്പോട്ട്സ് അവോയ്ഡ് ചെയ്യാൻ എന്താണ് ചെയ്യേണ്ടത്? അപ്ലൈയിങ് എ റിവേഴ്സ് വോൾട്ടേജ് അക്രോസ് SCR. അതാണോ നമ്മുടെ ഉത്തരം? അതോ അപ്ലൈയിങ് ആനോഡ് കറണ്ട് ബിലോ ഹോൾഡിംഗ് കറണ്ട്? അതാണോ? അതുമല്ല. നമ്മുടെ ഉത്തരം എന്താണ്? ഓപ്ഷൻ C ആണ്, യൂസിങ് ലോ DI by dt വാല്യൂ. ഓക്കെ, നൗ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. SCR is a switch of the following current. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും ചോദിച്ചുകൊണ്ടിട്ടുള്ളതാണ്. PSCക്കൊക്കെ അല്ലെങ്കിൽ SSC JE ആണെങ്കിലും എപ്പോഴും ചോദിച്ചുകൊണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം നത്തിങ് ബട്ട് ഓപ്ഷൻ A, that is DC switch. Okay. Now, holding current of an SCR is best described as the minimum current required for turn off. Isn't it? 21ാം ചോദ്യമാണ്. 21st ചോദ്യമാണ്. എല്ലാവരും മാർക്ക് ചെയ്ത് വയ്ക്കുക. അതിൻ്റെ ഉത്തരം the current, option B, current required before an SCR will turn on. Isn't it? Now, the amount required to maintain conduction. അതല്ലേ കുറച്ചും കൂടി സ്യൂട്ടബിൾ ആയിട്ടുള്ളത്? അതെ, ഓപ്ഷൻ C, the amount required to maintain conduction. Now, turn on time of an SCR can be reduced by using a rectangular, option A ആണ്, rectangular pulse of high amplitude and narrow width. അപ്പോൾ നമ്മൾ കൂടുതൽ അതായത് മാഗ്നിറ്റ്യൂഡ് ഓഫ് IG കൂട്ടിക്കഴിഞ്ഞാൽ ഒബ്വിയസ്ലി എന്ത് കൂടും?
പെട്ടെന്ന് SCR നമുക്ക് ടേൺ ഓൺ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താണ്, റെക്ടാങ്കുലർ പൾസ് ഓഫ് ഹൈ ആംപ്ലിറ്റ്യൂഡ് ആൻഡ് നാരോ വിഡ്ത്ത് നമ്മൾ കൊടുത്താൽ മതി SCR ടേൺ ഓൺ ടൈം റെഡ്യൂസ് ചെയ്യാം. Now, SCR is dash layer dash junction device. SCR is 3-layer 4-junction device. Okay. Now, നമ്മുടെ 24ാമത്തെ ചോദ്യമാണ് IGBT the P plus layer connected to the collector terminal is called as P plus layer. ഞാൻ IGBT ഒക്കെ പറയുമ്പോൾ ഓരോ ലെയർ എന്ത് ലെയറാണ്, ഇഞ്ചക്ഷൻ ആണോ, ഡ്രിഫ്റ്റ് ആണോ, ബോഡി ആണോ, കളക്ടർ ലെയർ ആണോ എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മുടെ P+ ലെയറിന് IGBT ഈസ് നത്തിങ് ബട്ട് ഇഞ്ചക്ഷൻ ലെയറാണ് കേട്ടോ. ഇഞ്ചക്ഷൻ ലെയറാണ്. ഡബിൾ ഇഞ്ചക്ഷനൊക്കെ നടക്കുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു IGBTയിൽ. നടക്കുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. നൗ ഓപ്ഷൻ 25ാം ചോദ്യം. ദ കൺട്രോളിംഗ് പാരാമീറ്റർ ഇൻ IGBT ഈസ്. IGBTയുടെ കൺട്രോളിംഗ് പാരാമീറ്റർ എന്താണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ IG, ഓപ്ഷൻ ബി VGE, ഓപ്ഷൻ സി IC, ഓപ്ഷൻ ഡി VCE. അപ്പോൾ നമ്മുടെ ഉത്തരം വേറൊന്നുമല്ല, നമ്മുടെ IGBT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോൾട്ടേജ് കൺട്രോൾ ഡിവൈസാണ്. സോ ഒബിയസ്ലി ഗേറ്റിൽ കൊടുക്കുന്ന വോൾട്ടേജ് വെച്ചിട്ടാണ് നമ്മുടെ IGBT ടേൺ ഓൺ ആണോ ടേൺ ഓഫ് ആണോ തീരുമാനിക്കുക, അല്ലെങ്കിൽ ടേൺ ഓൺ ചെയ്യുക അല്ലെങ്കിൽ ടേൺ ഓഫ് ചെയ്യുക. സോ യുവർ ആൻസർ ഈസ് ഓപ്ഷൻ ബി, ദാറ്റ് ഈസ് VGE, ദാറ്റ് ഈസ് വോൾട്ടേജ് അക്രോസ് ഗേറ്റ് ആൻഡ് എമിറ്റർ ടെർമിനൽ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ എന്തൊക്കെ കമൻറ്റുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുക്കാം. അതായത് ഞങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാനുള്ള എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഞങ്ങൾ ഓൾറെഡി ടെലഗ്രാം ചാനലുണ്ട്, ഫേസ്ബുക്ക് ചാനലുണ്ട്. ഫേസ്ബുക്കിലും ആക്റ്റീവ് ആവുക. അപ്പോൾ ഫേസ്ബുക്കിലും നമുക്ക് മീറ്റ് ചെയ്യാം. ഫേസ്ബുക്കിൽ നമ്മൾ ലൈവ് മീറ്റ് ചെയ്യാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട് എന്തായാലും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നന്ദി. ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ബൈ ബൈ, താങ്ക് യു.